G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ കലൂരിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻറ് ആൻ്റണീസ് ദേവാലയം ലോകത്തിലെ ഏറ്റവും വലിയ സെയിൻറ് ആൻ്റണിയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയം വരാപ്പുഴ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുമേനിയുടെ അജപാലനവും ഭരണപരവുമായ പരിചരണത്തിലാണ്. കലൂർ കത്രക്കടവിലുള്ള സെയിൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക പള്ളിയാണ് ഈ ദേവാലയത്തിന്റെ മാതൃദേവാലയം. പാതുവ എന്ന പേര് അവിടെ താമസിച്ചിരുന്ന വിശുദ്ധ അന്തോണീസുമായി ബന്ധപ്പെടുത്തുകയും അവിടെയുള്ളവരെ ദൈവത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതുപോലെ കലൂരും വിശുദ്ധ ആന്റണിയുടെയും അദ്ദേഹത്തിന്റെ അത്ഭുത സൃഷ്ടികളുടെയും പര്യായമായി മാറി. പോർച്ചുഗലിലെ ലിസ്ബൺ പട്ടണത്തിൽ മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ പുത്രനായിട്ട് 1195 ഓഗസ്റ്റ് 15 ജനിച്ചു. കുലീന കുടുംബത്തിലെ അംഗമായ അന്തോണിയുടെ പിതാവ് കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഫെർണാണ്ടോ എന്ന പേരിലാണ് അന്തോണീസ് പുണ്യവാളൻ അറിയപ്പെട്ടിരുന്നത്. ദൈവവിളിയുടെ ഭാഗമായി ഫെർണാണ്ടോ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരുവാൻ ആഗ്രഹിച്ചു. 1210 സെയിന്റ് വിൻസെന്റ് ആശ്രമത്തിൽ ചേർന്നു. പിന്നീട് പോർച്ചുഗലിലെ കോയിംബ്ര എന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടി. രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഫെർണാണ്ടോ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്നു. പാതുവ നഗരത്തിന്റെ നാമത്തോട് ചേർന്നാണ് അന്തോണീസ് അറിയപ്പെടുന്നത്. 1230 കാലത്താണ് അന്തോണി പാതുവായിലെത്തുന്നത്. പാവങ്ങളുടെ പടയാളി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത്. കാരണം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും സാമ്പത്തികമായി അനീതി നടത്തുന്നവരെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. 1231 ജൂൺ 13 പാതുവായ്ക്കടുത്തുള്ള അറസെല്ല എന്ന സന്യാസി മഠത്തിൽ വെച്ച് ഇദ്ദേഹം നിര്യാതനായി. അതിനെ തുടർന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണീസ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അടുത്ത വർഷം തന്നെ ഗ്രിഗറി 11 മാർപ്പാപ്പ അദ്ദേഹത്തെ പുണ്യവാളനായി അംഗീകരിച്ചു. ജൂൺ 13 വിശുദ്ധ സെയിന്റ് ആന്റണിയുടെ പെരുന്നാളായി ആചരിച്ചു വരും. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ 1946 ജനുവരി 16 പോപ്പിയൂസ് 7 അന്തോണീസിനെ ഡോക്ടർ ഓഫ് ദി ചർച്ച് ആയി പ്രഖ്യാപിക്കുകയും തിരുസഭയുടെ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ അന്തോണിയോട് പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാവപ്പെട്ടവരുടെ പുണ്യവാളനായും ഇദ്ദേഹം അറിയപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും അമർത്തുക.